ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷത്തിലുടനീളം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ഈശോയെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലൂടെയാണ് ഈ അത്ഭുതങ്ങൾ തുടങ്ങുക. കാനായിലെ കല്യാണ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കിയ ഒരു ഈശോ, കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ഈശോ, മുടന്തനെ സൗഖ്യം നൽകുന്ന ഒരു ഈശോ, അന്ധനെ കാഴ്ച നൽകുന്ന ഒരു ഈശോ, 5 അപ്പം 5000 പേർക്ക് നൽകുന്ന സമൃദ്ധിയുടെ ഒരു ഈശോ, നോക്കിയേ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈശോയ്ക്ക് അത്ഭുതമായി തോന്നിയ ഒരു അത്ഭുതം ഏതാണ്? വചനത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുന്നില്ല. പ്രിയമുള്ളവരെ, ചെറിയ കാര്യത്തിൽ അത്ഭുതം കാണുന്ന ഈശോ നോക്കി വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടാ കടന്നു വരുന്നത്. അവിടേക്ക് വ്യത്യസ്തമായിട്ട് ഈശോ നിൽക്കുക. പ്രകൃതിയിലെ ചെറിയ അനുഭവങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റുന്ന തമ്പുരാൻ. നമ്മൾ പലപ്പോഴും വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, സാമ്പത്തികമായുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠനത്തിന് പോകാനായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം വലിയ അത്ഭുതങ്ങൾ തേടി നടക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി നടക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഓടി നടക്കുന്ന ആളുകളുണ്ട്. എന്തിനു പറയുന്നു? വിദേശത്തേക്ക് പഠനത്തിനായിട്ട് പോകാനായിട്ട് ഒരുപാട് കൊതിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഇതൊക്കെ വലിയൊരു അത്ഭുതമായിട്ട് കാണുന്ന മനുഷ്യർ. ഇവിടെയൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു മനോഭാവീക്ഷ കാണിച്ചു തരിക. നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അനുഭവമായിട്ട് അത്ഭുതമാക്കിയിട്ട് മാറ്റി. പ്രിയമുള്ളവരെ, ഇന്നീ പ്രഭാതത്തിലെ നമ്മളിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുമ്പോൾ, സ്ഥിരമായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നൊരു കുടുംബമാണെങ്കിൽ ഈശോ നൽകുന്ന ആ ഒരു വലിയൊരു അവസരമുണ്ട്, ആ വലിയൊരു മനോഭാവമുണ്ട്. പ്രിയമുള്ളവരെ, അത് നമ്മൾ പിടിച്ചെടുക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. ആ അനുഭവത്തെ ദൈവാനുഭവമാക്കി മാറ്റിയിട്ട് അത്ഭുതമുള്ളതായിട്ട്, അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഈശോ കണ്ട ഈ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ നന്മയോടുകൂടെ, കൂടുതൽ പുഞ്ചിരിയോടുകൂടെ സമീപിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.